പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിലൂടെ ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിലാണ് മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യം വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. 10 മീറ്റർ എയർ റൈഫിൾ ഫൈനൽ മെഡൽ പ്രതീക്ഷയുമായി അർജുൻ ബാബുത്ത അല്പസമയത്തിനകം ഇറങ്ങും. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസു നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. അനിൽ, അങ്ങനെ വീണ്ടും ഒരു മെഡൽ പ്രതീക്ഷയിലാണ് നമ്മൾ, അതും മനു ഭാക്കറിലൂടെ തന്നെയാണ്. എന്താണ് മത്സരം, എപ്പോഴായിരിക്കും മത്സരം നടക്കുക? അപ്പം അടുത്ത ഇന്ത്യയുടെ മത്സരങ്ങൾ ഏതൊക്കെയാണ്? പ്രജൻ, പാരീസിൽ ഇന്ത്യ മെഡൽ വേട്ട തുടങ്ങിയത് മനു ഭാക്കറിലൂടെയാണ്. ഇന്നലെയാണ് ഇന്ത്യക്ക് ആദ്യ മെഡൽ വന്നത്, മനുവിൻ്റെ ഒരു വെങ്കല നേട്ടം. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു വെങ്കലത്തിലേക്ക് കൂടി സാധ്യത തെളിയിച്ചിരിക്കുകയാണ് മനു ഭാക്കർ ഉൾപ്പെട്ട മിക്സഡ് ടീം ഇപ്പോൾ വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. യോഗ്യത റൗണ്ടിൽ 3-ാം സ്ഥാനത്താണ് മനു ഭാക്കറും സർബ്ജോത് സിംഗ് സഖ്യവും ഫിനിഷ് ചെയ്തത്. അങ്ങനെ അവർ 4-ാം സ്ഥാനത്തുള്ള കൊറിയൻ സഖ്യവുമായി ഏറ്റുമുട്ടും. നാളെയാണ് ഈ മത്സരം നടക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ മത്സരത്തിൻ്റെ ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും മനു ഭാക്കറിലൂടെ ഇന്ത്യക്ക് ഒരു 2-ാം മെഡൽ കൂടി ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു പിന്നാലെ ഇന്ന് നമുക്ക് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു ഇനം ഷൂട്ടിങ്ങിൽ തന്നെയാണ്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ അർജുൻ ബാബുതയുടെ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം തുടക്കമാവും. ഇന്ന് നടന്ന വനിതാ വിഭാഗത്തിൽ രമിതയിലൂടെ ഇന്ത്യക്ക് മെഡൽ നേടാനായില്ല. രമിത 7-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ ബാബുതയിലൂടെ ഇന്ത്യക്ക് ഇന്ന് ഒരു മെഡൽ കൂടി നേടാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാബുത യോഗ്യതാ റൗണ്ടിൽ 5-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതിനേക്കാൾ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടോപ്പ് 3-ലെങ്കിലും ബാബുത എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രജൻ. ശരി, അനിൽ വാസ്തവാണ് ഒളിമ്പിക് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.